വളരെ സന്തോഷമാണ് ഇന്നത്തെ ദിവസം. കാരണം നാളത്തെ കഴിഞ്ഞാൽ ബേബി ഗേൾ വരെയാണ്, തിയേറ്ററുകളിൽ എത്തുകയാണ്. സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറിയ, നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, ആളുകൾ കണ്ടു തീർന്നിട്ടില്ല, നിവിൻ പോളിയുടെ സർവമായ ആ ചിത്രത്തിന്റെ നിറവിൽ നിൽക്കുന്ന നിവിൻ പോളിയുടെ നെക്സ്റ്റ് റിലീസ് ആണ് നമ്മുടെ ബേബി ഗേൾ. മാജിക് ഫ്രെയിംസിന്റെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ 36ാമത്തെ ചിത്രമാണ്. ഇതിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. നിവിൻ ഭായി നമ്മളോടൊപ്പം കൂടുന്നു എന്നതിലുപരി ബോബി സഞ്ജയ് ടീമിന്റെ വീണ്ടും ട്രാഫിക്കിന് ശേഷം ലിസ്റ്റിനുമായിട്ടുള്ള ഒരു ചിത്രം കൂടിയാണിത്. അപ്പൊ ബോബി സഞ്ജയ് ഇവിടെ എത്തിയിട്ടില്ല, എത്തുമെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. പിന്നെ നമ്മളുടെ ലിജോ മോൾ, സംഗീത് പ്രതാപ്, അതിഥി രവി, പിന്നെ ഇതിന്റെ എല്ലാം പിന്നിൽ നമ്മുടെ സംവിധായകൻ അരുൺ വർമ്മ. ഗരുഡൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഒരു ഡിഫറെന്റ് ജോണറിലേക്ക് കടന്നിരിക്കുകയാണ് അരുൺ എന്നാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. അപ്പൊ 23-ാം തീയതി ബേബി ഗേൾ നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ നമുക്കതെല്ലാം മനസ്സിലാവും. നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ട്രെയിലറിലേക്ക് നമ്മൾ ആദ്യം പോവുകയാണ്, അതിനുശേഷം പ്രസ് മീറ്റിലേക്ക് കടക്കാം. നമ്മുടെ ബേബി ഗേൾ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ബേബി ഗേളിനെ കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്നത് പുതുമുഖങ്ങൾക്ക്, സംവിധായകർക്ക്, കുട്ടികൾക്ക്, എല്ലാവർക്കും, താരങ്ങൾക്കും എല്ലാം അവസരങ്ങൾ നൽകുന്ന ഒരു കമ്പനിയാണ്. അക്ഷയ്, മൃദുൽ, മൈഥിലി ഇങ്ങനെയുള്ള പുതിയ താരങ്ങളെ കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ സിനിമയിലൂടെ. അപ്പൊ നമുക്ക് ഏതായാലും ട്രെയിലറിലേക്ക് കിടക്കാം. താങ്ക് യു സോ മച്ച് എല്ലാവരും ഇവിടെ വന്നതിന്, ഇത്രയും വലിയൊരു മീഡിയ ക്രൗഡ് കണ്ടതിന് വളരെ സന്തോഷം. ഈ ക്രൗഡ് ഞങ്ങൾക്ക് തിയേറ്ററുകളിലും ഞങ്ങളുടെ തിയേറ്റർ റെസ്പോൺസിലും നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. താങ്ക് യു സോ മച്ച്. ട്രെയിലറിലേക്ക് കിടക്കുന്നു. ഓക്കെ, ബേബികൾ എന്ന് പറഞ്ഞ സിനിമ പറയുന്നൊരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ്, ഒരു ഫാമിലി എന്റർടൈനർ കൂടിയാണ്. നമ്മളിപ്പോൾ ഈ ട്രെയിലറിൽ കാണുന്ന പോലെ അതിന്റെ ഇന്റൻസിറ്റി ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ അതിന്റെ ഒരു എൻഡ് പോയിന്റ് വരുന്ന സമയത്ത് ഒരു വളരെ ഒരു ആർട്ട് വാമിങ് അല്ലെങ്കിൽ ഫുൾഫില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന നിവിൻ സാർ ആയിശ്വരി, സംഗീത ആയിശ്വരി, ലിജു മോൾ ആയിശ്വരി, അഭിമന്യു ആയിശ്വരി, മറ്റ് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത വളരെ വലിയ ആർട്ടിസ്റ്റ് ഈ സിനിമയിൽ ഉണ്ട്. അവരെല്ലാവരും അവരുടെ വർക്ക് വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ എൻ്റെ ക്യാമറമാനായ ഫൈ നമ്മളൊരു ജനറിക് ആയിട്ടൊരു ബ്യൂട്ടി ഷോട്ട്സ് എടുക്കണം എന്നുള്ള പ്ലാൻ അല്ലാതെ വളരെ റോ ആയിട്ട് ഷൂട്ട് ചെയ്ത ഒരു ഫിലിമാണ് ഈ സിനിമ. അപ്പോൾ അത് ഫൈക്ക് അതിനൊരു വലിയ ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ ഈ ട്രെയിലർ കണ്ട ആൾക്കാർ വളരെ എന്താ പറയാ, നമുക്ക് ഭയങ്കര ഇമേഴ്സീവ് എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യും എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഫൈയുടെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന സാം സിയസ് ആണ്. സാം സിയസ് വളരെ ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിലാണ് നമുക്ക് ഇത്രയും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിനു വേണ്ടി ചെയ്തത്. സാം സിയസിനൊരു വലിയ താങ്ക്സ് ഇതിൽ പറയാനുണ്ട്. ഈ പടത്തിലൂടെ നമ്മളൊരു 3 ആർട്ടിസ്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒന്ന് മൈഥിലി, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. മൃദുൽ ആൻഡ് അക്ഷയ്. സോ ഈ 3 പേരും വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. വെരി പ്രൗഡ്ലി പ്രസന്റിംഗ് ടു ദം. ഈ സിനിമയിൽ ഓൾസോ ലോഞ്ചിങ് ആൻ എഡിറ്റർ ഷൈജിന്റെ എഡിറ്റിംഗ് ഭയങ്കര ഒരു ടോക്ക് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സിനിമ റിലീസായി വരുമ്പോൾ. ആൻഡ് ഐ ഹോപ്പ് ഹി ഗെറ്റ്സ് എ ഗുഡ് നെയിം വിത്ത് ദിസ്. I think that's about it. എന്തെങ്കിലും ചോദ്യം ചോദിക്കാം. Big thanks to Liston for backing this project and സഞ്ജുവിന്റെ ഈ ഒരു വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സിനിമ എഴുതി ഇതിനെ എൻ്റെ അടുത്ത് ട്രസ്റ്റ് ചെയ്ത് തന്ന് സഞ്ജുവിന്റെ ഒരു വലിയ താങ്ക്സ് ഉണ്ട്. സപ്പോസ് ടു കം ഹിയർ ഫുള്ളി ഓൺ ദ വേയിലാണ് തോന്നുന്നത്. എല്ലാവർക്കും നമസ്കാരം. ബേബികൾ അങ്ങനെ 23rd റിലീസ് ആവുകയാണ്. എന്താ പറയുക, കുറേ നാളുകൾക്ക് ശേഷം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കേട്ടൊരു ബേബികളുടെയാണ്. ബോബി സഞ്ജയ് ഇതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സിനിമകൾ അല്ലെങ്കിൽ കഥകൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഈ സ്ക്രിപ്റ്റായിരുന്നു ബേബികളുടെ. ഞാൻ വളരെ ഇമോഷണലി കണക്ട് ആയിട്ട് എടുത്ത ഡിസിഷനാണ് ഈ സിനിമ ചെയ്യണം എന്നുള്ളത്. ഇതിൻ്റെ എന്താ പറയുക, മുമ്പും ട്രെയിലർ ലോഞ്ചിന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളൂ. ഇത് നമ്മളെല്ലാവരും ഈ സിനിമയിൽ ക്യാരക്ടേഴ്സ് മാത്രമാണ്. കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ ബേബികളും തന്നെയാണ്. ഇതിൻ്റെ കഥയും ഈ ബേബികളുമാണ് ഇതിൻ്റെ മെയിൻ. ബാക്കി എല്ലാം നമ്മളതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സും ആക്ട്രസും എല്ലാമാണ്.
അപ്പം ഇത് സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് തോന്നി. ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വാർത്തകൾ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ന്യൂസിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു സിനിമയായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവണം തോന്നിയെടുത്തൊരു ഡിസിഷനാണ് ബേബികൾ ചെയ്യാന്നുള്ളത്. ഈ സിനിമയുടെ പിന്നിലൊരു കോസ് ഉണ്ട്. അതെല്ലാം നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ ക്ലൈമാക്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സിനിമ നമ്മളെല്ലാവരും പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഇതിൻ്റെ എല്ലാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. എല്ലാവരും നല്ല എഫേർട്ട് എടുത്ത് സിനിമ ചെയ്തിട്ടുണ്ട്. അരുണാണെങ്കിലും വളരെയധികം എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എല്ലാവിധ സപ്പോർട്ടും അരുണിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല സിനിമ പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ 23-ാം തീയതി വരുന്നത്. പക്ഷേ എല്ലാ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. പ്രേക്ഷകർക്ക് വിട്ടു തരികയാണ്. നിങ്ങൾ സിനിമ കാണുക, കണ്ട് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ഇന്റർവ്യൂസ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല. അത് നമുക്ക് സിനിമ കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളത്രയും ഇതായിട്ട് പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരും ട്രെയിലറൊക്കെ കണ്ടിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് പരിപാടി, ട്രാക്ക് മാറ്റുന്നതാണോ? അങ്ങനെയൊന്നുമില്ല. നമ്മളിങ്ങനെ കരിയറിന്റെ പാത്തിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജംഗ്ഷനിൽ അവിടെ നിന്ന് ടേൺ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവർ ഇഷ്ടമുള്ളവരൊക്കെ നമ്മളുടെ കോമഡികളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് മാറ്റിയിട്ട് വേറെയും നീ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന് സംസാരിച്ചു തുടങ്ങിയ സമയത്താണ് ഇതിലേക്ക് കഥ എത്തുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടുകൂടി ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുമാണ് ഇതിന്റെ കഥ കേട്ടതും ചെയ്യാൻ തീരുമാനിച്ചതും പിന്നീടുള്ള എല്ലാ പ്രോസസ്സിലും ഇതിന്റെ കൂടെ നിന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ശ്രമമാണ് ഒരു ടേൺ എടുക്കാനുള്ള. അങ്ങോട്ടേക്ക് കയറി ഇനിയെല്ലാം 23-ാം തീയതി നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നതനുസരിച്ചിട്ടിരിക്കും നമ്മളുടെയും ഡിസിഷൻ ട്രാവൽ കറക്റ്റ് ആയിരുന്നു എന്നറിയാം. അപ്പോൾ ഭയങ്കര പ്രതീക്ഷയോടെ, എല്ലാ സിനിമകളും പ്രതീക്ഷയോടെയാണ്, പക്ഷെ ഈ സിനിമ കുറച്ചുകൂടി പേഴ്സണലാണ്. പ്രോസസ്സിൽ തന്നെ ഭയങ്കര സന്തോഷം കിട്ടിയ, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന 23-ാം തീയതി എല്ലാവരും കാണുക. എന്നിട്ട് ജെന്യുവനായിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ നമ്മളെ തിരുത്താനും നമ്മളോട് പറയാനൊക്കെ. കാരണം ഇത്രയും ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലും നിങ്ങളെല്ലാം അത്രയും അടുത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയിൽ എന്ത് തോന്നിയാലും പറയാ എന്നാണ് പറയുന്നത്. താങ്ക് യു. ഈ ബേബികൾ എന്ന് പറയുന്ന പടം എനിക്ക് ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ടാക്കിയൊരു പടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വൺ ഡേ നടക്കുന്ന സ്റ്റോറിയാണ്. പിന്നെ ഈ പറയുന്ന അന്ന് മഴ വന്നിട്ടുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു. ഈ പറഞ്ഞ 4 ദിവസം പ്രായമുള്ള കൊച്ച് ഓരോ ദിവസവും ഷൂട്ടിന്റെ ചാർട്ടിങ് അനുസരിച്ച് വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് 3 വയസ്സിലെ കൊച്ച്, 3 ദിവസം മാത്രം പ്രായമുള്ള കൊച്ചായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പ്രത്യേകിച്ച് ഇത്രയും പ്രായം ചെറുതായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ അത് നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ മഴ വരുന്നു, അപ്പോൾ ലൈറ്റ് കിട്ടിയിട്ടില്ല. ഇങ്ങനെ വളരെയധികം ടെൻഷൻ ഉണ്ടാക്കിയൊരു മൂവിയാണ്. സോ എനിക്ക് 3-4 വെള്ളം മുടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടില് ടെൻഷനായിട്ട്. പിന്നെ ഈ പറയുന്നത് ഞാൻ ഫസ്റ്റ് ഇതിന്റെ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് അതിൽ ഫസ്റ്റ് തന്നെ ബോബി സഞ്ജയ് എന്ന് പറഞ്ഞ പേര് വരുന്നത്. കാരണം ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പടം കാണുമ്പോഴൊക്കെ ഇവരുടെ ഭയങ്കരമായിട്ട് എനിക്ക് മുംബൈ പോലീസ് ആവട്ടെ, ഇപ്പൊ ആവട്ടെ, കാണുമ്പോൾ അത് ഭയങ്കരമായിട്ട് ക്യൂരിയസ്, ട്രാഫിക് ആവട്ടെ. അപ്പം അങ്ങനെയുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെ സ്ക്രിപ്റ്റ് കയ്യിൽ വരുമ്പോൾ അത് വായിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. അത് വായിച്ചതിന് ശേഷം എനിക്ക് 3-4 കൺഫ്യൂഷൻസ് വന്ന സമയത്ത് തന്നെ ഞാൻ ചോദിച്ചു കൺഫ്യൂഷൻസ്. അപ്പൊ തന്നെ അവിടുന്ന് സ്പോട്ടിൽ തന്നെ സെൻസേഷനെ വിളിച്ചിട്ട് അത് ഇമ്മീഡിയറ്റ്ലി ക്ലാരിറ്റി തരികയാണ്. അതെനിക്ക് ഭയങ്കര ഹാപ്പി. കാരണം ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് അത് എന്നെ ക്ലാരിറ്റി വരുത്തേ. വീട്ടുകാർക്ക് വേണം പറയാം അത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് അടുത്ത് സംസാരിച്ചപ്പോഴേക്കും ഞാൻ ഉറപ്പിച്ച് നോക്കി ഇത് ചെയ്യാമെന്നുള്ളത്. കാരണം എനിക്ക് അതാണ് എന്റെ സാറ്റിസ്ഫാക്ഷൻ അതാണ്. സോ അത് ഉണ്ടായി. ഈ പറഞ്ഞ നമുക്ക് ഭയങ്കര ഫാസ്റ്റായി ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റി. കാരണം അത് തീർക്കേണ്ട ഒരു പടമാണ്. കാരണം അത്രയും കാരണം ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഡയറക്ടറും ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ബ്യൂട്ടി ഷോട്ട്സ് എന്നൊരു പരിപാടി ഇല്ല. കാരണം അതിനുള്ളൊരു
ലൈറ്റിംഗ് ടൈമോ പരിപാടിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പടത്തിന് ഭയങ്കരമായിട്ട് ബാധിക്കും. സോ അതുകൊണ്ട് റിയൽ ആൻഡ് ബ്രോ ചില സമയത്ത് നമ്മൾ 4 ക്യാമറ 5 ക്യാമറ യൂസ് ചെയ്തു. പിന്നെ ട്രിവാൻഡ്രത്ത് അത്രയും ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ പാളയം മാർക്കറ്റൊക്കെ ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. കാരണം ഇടയ്ക്ക് നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് മുഖ്യമന്ത്രി പാസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 1 hour നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് ഷൂട്ട്. ആ ഷൂട്ട് 1 hour സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ അടുത്ത് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ക്രൂഷ്യൽ സ്റ്റേജിലൂടെയാണ് പോയത്. പക്ഷേ രാവിലെ ട്യൂബിൽ ഔട്ട് വന്നപ്പോഴൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ വേയിൽ പറയാനുള്ളത്. സോ ഇറ്റ്സ് ലൈക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന നല്ലൊരു മൂവിയാണ്. എല്ലാവരും ട്വിറ്ററിന് പോയി കാണുക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എനിക്കും ഇതെല്ലാവരും മാക്സിമം പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെയാണ് എനിക്കും പറയാനുള്ളത്. ഈ വരുന്ന 23 മൂവി റിലീസാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പോസ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാം അത്രയും നല്ലൊരു പ്രൊഫൈലുള്ള അത്രയും നല്ലൊരു ടീം ആൻഡ് ക്രൂ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സോ ഞാൻ വളരെ ഹാപ്പിയാണ് ഇതിൽ വർക്ക് ചെയ്തതിൽ. എല്ലാവരും പോലെ തന്നെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഇതൊരു ബിഗ് സ്ക്രീനിൽ കാണാൻ. കാരണം ഒരു 24 hours നടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പം അത് എത്രയും ദിവസം ഷൂട്ട് ചെയ്ത് ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് എനിക്കും വളരെയധികം ക്യൂരിയസ് ആണ് അത് കാണാൻ വേണ്ടിയിട്ട്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ കണ്ടിട്ട് നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ എല്ലാവരും അറിയിക്കണം. താങ്ക് യു. വളരെയധികം സന്തോഷമുണ്ട്. ബോബി സഞ്ജയ് മാജിക് ഫ്രെയിംസ് എന്ന സിനിമാ കമ്പനിക്ക് മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന പേരിട്ടത് ബോബി സഞ്ജയ് ആണ്. എൻ്റെ ഫസ്റ്റ് പടമായ ട്രാഫിക് മുതൽ അങ്ങോട്ട് 3-4 സിനിമകൾ ചെയ്യാനായിട്ട് പറ്റി. ഇപ്പോൾ ലാസ്റ്റ് വന്ന് ബേബികളിൽ എത്തി നിൽക്കുമ്പോൾ അരുൺ വർമ്മയായിട്ട് അത് കൊളാബ് ചെയ്യാനായിട്ട് പറ്റിയത് ഒരു വലിയ സന്തോഷമായിട്ട് തന്നെ തോന്നുന്നു. കാരണം ഇവരുടെ 2 പേരുടെയും ഒരു ടേസ്റ്റിനൂടെ പറ്റിയൊരു സിനിമയാണ് ബേബികൾ. പല സിനിമകളും പലതരമാണെങ്കിൽ കൂടി ബേബികൾ കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഇനിയിപ്പോൾ നിവിൻ തന്നെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു കഥ കേൾക്കുമ്പോൾ ഇത് നമുക്ക് നിവിനെ എങ്ങനെ ഇത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തോന്നിയോ അതുപോലെ തന്നെയാണ് എനിക്കിത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തോന്നിയത്. സോ അത് ഈ കഥയുടെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ ഞാൻ ഇന്നും നിങ്ങളോട് പറയുക. കാരണം സാധാരണ ഒരു ഗതിയിൽ നമ്മളൊരു പബ്ലിസിറ്റി കുറച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി മെറ്റീരിയൽസ് വെളിയിലേക്ക് പോകണം എന്ന് പറയേണ്ടത് അതിൻ്റെ ഹീറോയാണ്. അപ്പോൾ നിവിൻ തന്നെയാണ് ഇപ്പം പറഞ്ഞ എല്ലാം കറക്റ്റാണ്. പടം ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഓഡിയൻസ് പറഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം ഞങ്ങൾ തന്നെ ഒരുമിച്ച് ചെയ്ത സിനിമകളൊക്കെ ഞങ്ങൾ പബ്ലിസിറ്റിയുടെ ഒക്കെ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ലെവൽ വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ ഹിറ്റാണെങ്കിൽ അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ സിനിമ വർക്കൗട്ട് ആവുള്ളൂ എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും പബ്ലിസിറ്റി ആവശ്യമാണ്. ഈ സിനിമയിൽ ഒരു ഹ്യൂമറില്ല, ഒരു പാട്ടില്ല, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൂടെ ഉണ്ട്. അപ്പോൾ സിനിമയാണ് സംസാരിക്കുന്നത്. അപ്പം ആ സിനിമ 23-ാം തീയതി ഇറങ്ങുമ്പോൾ മനസ്സിലാവും ഞങ്ങളുടെ ഒരു ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് സിനിമ ഇറങ്ങി കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ. പക്ഷേ ഈ സിനിമ ഒരു ടോട്ടാലിറ്റി നോക്കുമ്പോൾ എന്താണ് എല്ലാവരും ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. കാരണം ഇപ്പം തന്നെ ഈ സിനിമകളൊക്കെ അറിയാം എല്ലാ സിനിമകളും ബിസിനസ് പോലും ഇപ്പോൾ നടക്കുന്നില്ല. അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ഈ സിനിമ നമുക്ക് പ്രീവിയസ് ആയിട്ട് ഇതിൻ്റെ ഒരു ബിസിനസ് കൂടെ നടക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം അവരത് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ട് കമ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് അവരൊക്കെ അത് എടുക്കുക എന്ന് പറയുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇപ്പോൾ സിനിമ എടുക്കുക എന്ന് പറയുന്നത് കുറേ അധികം പേര് കാണുമ്പോൾ അപ്പൊ അതിന്റെ മജോറിറ്റി യെസ് പറയുമ്പോഴാണ് എടുക്കുക. അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് അതൊരു കമ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതും ഇന്നാണത് സംഭവിച്ചത്. അപ്പോൾ ഞങ്ങൾക്കത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ബേബികളിന്റെ ഒരു പ്രത്യേകതയും ബലവും. അപ്പം 23-ാം തീയതി ഇനി അത് പ്രേക്ഷകരൂടെ തന്നാൽ ഞാനും കുറച്ച് സാമ്പത്തികമായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അതൊന്ന് രക്ഷപ്പെടാനൂടെ ഉള്ളൊരു മാർഗമാവും. അപ്പം ഞാനത് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു, ഭയങ്കരമായിട്ട് ഇപ്പൊ പ്രാർത്ഥനയൊക്കെയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് സിനിമയുമായി ബന്ധപ്പെട്ട്
എന്തൊക്കെയാണ് പറയാനുള്ളത്, ചോദിക്കാനുള്ളത്? ഇവരുടെ ആക്ടിങ് രീതികൾ അല്ലെങ്കിൽ ജോണർ, എന്തുകൊണ്ട് ഈ കഥാപാത്രം, ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പ്രത്യേകിച്ച് ബോബി സഞ്ജയുടെ സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. മൈക്ക് ഒന്ന് കൈവക്കിയാൽ മൈക്ക് അവിടെ എത്തിക്കാം. മൈക്ക് വേണ്ടാത്ത ആള് തുടങ്ങി അല്ലേ? അലി റിപ്പോർട്ടിംഗ് ചെയ്ത ഒരു സബ്ജക്റ്റോടെ എനിക്ക് തോന്നുന്നു. തുടക്കത്തിൽ പറഞ്ഞു വാർത്ത പോലും കാണാൻ ഭയപ്പെടുന്ന കാലഘട്ടത്തിൽ ഈ സിനിമ വരുന്നത് അത്ര ഒരു സബ്ജക്റ്റാണ്. 4 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയെയാണ് ഇതിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്. അപ്പോൾ ഇത് കാണുമ്പോൾ ആ കുട്ടിയെ ഒന്ന് എടുത്തു പിടിച്ചുകൊണ്ടുള്ള ആ ഒരു അഭിനയം എങ്ങനെയായിരുന്നു വിവരിക്കാം? ആക്ച്വലി പറയുകയാണെങ്കിൽ നന്ദി പറയേണ്ടത് എൻ്റെ അച്ഛനോടും അമ്മയോടും. 4 ദിവസമായിട്ട് കുട്ടി ജനിച്ചിട്ടാണ്. കുട്ടീനെ കൊണ്ട് സെറ്റിൽ വരുന്നത്. സെറ്റിൽ എല്ലാവർക്കും അറിയാം ഒരു അത്ര എളുപ്പമല്ലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ന്യൂ ബോൺ ബേബിക്ക് പറ്റുന്ന അറ്റ്മോസ്ഫിയർ അല്ല ഒരു ഷൂട്ടിംഗ് സ്ഥലം. പക്ഷെ അതിന് പിന്നിലേക്ക് അച്ഛനും അമ്മയും അതിനെ കിട്ടുകയും അമ്മക്ക് ഒരുപാട് കഷ്ടപ്പെടുകയും കണ്ടിട്ടുള്ളൂ. കൊച്ചു കുട്ടിയെ കരച്ചിലായിരിക്കും ശരി, കൊച്ചിനെ ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ കൊച്ചിനെ ഉറങ്ങണം. 4 ദിവസമല്ലേ ആയുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവരും ഡിസ്റ്റർബാണ്. കൊച്ചിനെ സംഭവിക്കുകയും പല അസുഖങ്ങളും വരാൻ സാധ്യതയുള്ളതാണ്. ഇനീഷ്യൽ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ എന്നുള്ളത്. പക്ഷേ ഈ സബ്ജക്റ്റ് നടത്തണമെന്നും എനിക്ക് തോന്നുന്നു അതിന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. അതിനു വേണ്ടി ഫുൾ സപ്പോർട്ട് ചെയ്ത് കൂടുതൽ നമുക്ക് എല്ലാവർക്കും ടെൻഷനാണ്. എന്തെങ്കിലും ഈ കുട്ടിക്ക് സംഭവിച്ചാൽ അത് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഭാഗ്യത്തിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാകുന്ന കാര്യമാണ്. ജനിച്ച കുട്ടികൾ എടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ അത് മാത്രമല്ല, അത് കൃഷി കൊണ്ട് നമ്മൾ ഓടണം, വണ്ടി കയറണം, ഇറങ്ങണം, അങ്ങനെ കുറെ പരിപാടികളുണ്ട് പടത്തിനകത്ത്. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഷൂട്ടിംഗ് തീർക്കാൻ സാധിച്ചു. അപ്പോൾ അച്ഛനോടും ആ കുട്ടിയുടെ അച്ഛനോടും അമ്മയോടും നന്ദി പറയുന്നു. നമ്മുടെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും എടുത്തൊരു തീരുമാനം ഭയങ്കര വലിയ തീരുമാനമാണ്. ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ തീരുമാനം എടുക്കുമല്ലോ, എനിക്ക് ഭയങ്കര പേടിയുള്ളതാണ്. പക്ഷെ അവരത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൽ ഈ സിനിമ നടക്കണമെന്ന് ആഗ്രഹത്തോട് കൂടി നിന്നു എന്ന് പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. ഈ കഥ കേട്ടപ്പോൾ ഇങ്ങനൊരു കുട്ടിയാണല്ലോ മെയിനായിട്ടുള്ള ഇത്തരം ഒരു കുട്ടിയെ എവിടെ കിട്ടുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു. അപ്പോൾ അവര് അത് ഓൾറെഡി അവര് എനിക്ക് തോന്നുന്നു അവര് സംസാരിച്ച് അതെല്ലാം ഓക്കെ ചെയ്താണെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വളർച്ച. കാര്യം മാജിക് ഫ്രെയിംസിലെ നമ്മുടെ സിനിമകളിലെല്ലാം നോക്കുന്ന ആളാണ് അഖില്, സന്തോഷ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഈ ടാസ്ക് ആരെടുക്കും? അപ്പം അഖിലിനെ സംബന്ധിച്ച് അഖില് കുറച്ച് ജൂനിയർ ആണ്. അപ്പൊ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു ഇത്ര ദിവസമുള്ള ഒരു കുട്ടി വരണം, അപ്പം അഭിനയിക്കണം, ഒപ്പം ഉണ്ടാവണം. അപ്പൊ ഇത് പുറത്തുനിന്നും ഇങ്ങനെ ഒരു കുട്ടീനെ കിട്ടുമെന്ന് ഡൗട്ട് ഉള്ളത് കൊണ്ടിട്ടും നമ്മുടെ ഒരു വിഷമം ഈ സ്ക്രിപ്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം അഖില് പറഞ്ഞു, സാറേ ശമ്പളം കൂട്ടി തന്നാൽ മതി, ഞാൻ ആ ടാസ്ക് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അഖില് അപ്പോ ആ ടാസ്ക് ഏറ്റെടുക്കും. നിവിനോടും കൃത്യമായിട്ട് പറഞ്ഞു, കൊച്ച് ഇന്ന ദിവസത്തെ ഏകദേശം ഇതാവും, അപ്പൊ നിവിനത് കറക്റ്റായിട്ട് ഡേറ്റ് തരണം, പണി തരരുത്, ഇതെല്ലാം. അല്ലെങ്കിൽ സാധാരണ ഇതിന്റെ ഡേറ്റുകൾ ഇപ്പൊ ഒക്കെ മാറിപ്പോവാലോ, പ്രീവിയസ് സിനിമകളുടെ എന്തെങ്കിലും ഡേറ്റ് ക്ലാസ് കൊണ്ടിട്ടോ അങ്ങനെയൊക്കെ. അപ്പൊ അതുകൊണ്ട് അത്രയും അധ്വാനിക്കുന്ന വർഗത്തിന്റെ ഒരു ഭാഗം നിലയിൽ അഖിലിന്റെയും വൈഫിന്റെയും ഒക്കെ ഒരു എഫേർട്ട് മൂലമാണ് ഇങ്ങനെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഈ കുട്ടീനെ കിട്ടുകയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത പോലെ തന്നെ ഷൂട്ട് നടത്തുകയും കിട്ടുകയും ചെയ്തു. ബാക്കിയുടെ അല്ല, അതിപ്പോ നമ്മള് 4 ദിവസം പ്രായമുള്ള കുട്ടിയെ ഷൂട്ടിങ്ങിന് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്യുമ്പോൾ അത്ര വലിയ കേസില്ല. ഡെയിലി നമ്മൾ ഷൂട്ട് പോകുന്ന ഒരു ദിവസത്തിനൊക്കെ നമുക്കൊരു കുട്ടിയെ ഈസിയായി കിട്ടും. അങ്ങനെ ഈസിയായി ആലോചിച്ചതായിരുന്നു. ഒരു ലാസ്റ്റ് ഒരു 3 മാസമായിട്ട് നമുക്ക് കുട്ടിയെ കിട്ടാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് അതിന്റെ മറ്റേ വൈഫ് പ്രസവിക്കുന്നതും. പിന്നെ എനിക്ക് അഖിലിനോട് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ എങ്ങനെ ചോദിക്കാന്ന് അറിയുന്നില്ല. അപ്പൊ അഖിലിന് ഭയങ്കര പ്രശ്നം കൊടുത്തപ്പോൾ അവസാനം അഖിൽ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നിങ്ങളൊന്ന് ഒന്നല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, വീട്ടിൽ ചോദിക്കും, ഫാമിലിയോട് ചോദിക്കും, അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. കാരണം 4 ദിവസം എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി പോലും പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഷൂട്ട് സമയത്ത് വളരെ ആ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി വളരെ സ്പെഷ്യൽ കെയർ ആൻഡ് കൺസേൺ കൊടുത്തിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അതിന്റെ സേഫ്റ്റി നോക്കുന്നതും നമ്മൾ ട്രിവാൻഡ്രം ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് ഭയങ്കര വെയിലുള്ള സമയമാണ്. അപ്പോൾ
വളരെ മിനിമലായിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യുക. നമ്മൾ അഥവാ ഭയങ്കര സിൻസ് ഈ സിനിമ കുറവായിട്ടൊരു സ്പേസിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുട്ടിക്ക് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുക പറയുന്നത് ഒരുപാട് സ്പേസുകൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വന്നു. സെറ്റ് ചെയ്ത് അതിനെ സാനിറ്റൈസ് ചെയ്ത് അങ്ങനെയായിരുന്നു കുട്ടി വെച്ച് ഷൂട്ട് ചെയ്തു. സോ അതിന് എല്ലാ പ്രിക്കോഷണറി മെഷേഴ്സും നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ബിഗ് താങ്ക്സ് ടു അഖിൽ ആൻഡ് ഹിസ് ഫാമിലി. കാരണം ഞാൻ പോലും ചിലപ്പോൾ എന്റെ സിനിമയ്ക്ക് എന്റെ കൊച്ചിനെ കൊടുക്കുന്നില്ല. താങ്ക്സ് ടു അതിന്റെ പാഷനാണ് എന്റെ ഫാമിലിയിൽ അംഗീകരിച്ചത് വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ സിനിമ എന്നില്ല നോക്കിയിട്ടുണ്ട്. അവനതിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സർവം വിജയം ആശംസകൾ. താങ്ക് യു. ഗിരിയിൽ വെച്ചാണ് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടുമുട്ടിയത്. പട്ടം, പേട്ട, വെള്ളയമ്പലം, പേരുക്കട, ഇങ്ങനെ തിരുവനന്തപുരത്തിന്റെ എക്സ്പീരിയൻസ് ഈ സിനിമയുടെ ഷൂട്ടിംഗ്. ലൊക്കേഷൻ തിരുവനന്തപുരമല്ലായിരുന്നോ? തിരുവനന്തപുരം എക്സ്പീരിയൻസാ. തിരുവനന്തപുരം നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ. ബേബി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ബേബികൾ ഷൂട്ട് ചെയ്തു. അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. സുഹൃത്തുക്കളൊക്കെ കാണാൻ സാധിച്ചു. ലിസ്റ്റിൻ ചേട്ടന്റെ ഹിസ്റ്ററി പരിശോധിച്ചപ്പോ ചേട്ടന്റെ ഫസ്റ്റ് സിനിമയാണ് ട്രാഫിക്. അത് റിലീസാവുന്നത് 2011 ജനുവരിയിലാണ്. 15 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ജനുവരിയിലാണ് ബേബികൾ വരുന്നത്. ഈ സിനിമ കുറച്ചും കൂടി ചേട്ടൻ വളരെ ഇമോഷണൽ ആയിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇമോഷണൽ ആയിട്ട് വളരെ സിനിമനെ സമീപിക്കുന്ന ആളായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോ ചേട്ടൻ ചോദിച്ചു മേടിച്ച സിനിമയാണോ അതോ കോയിൻസിഡൻഷ്യലി ഇങ്ങനെ വന്നതാണോ? എല്ലാം ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സഞ്ജയ് ഞാൻ എൻ്റെ ഓരോ സിനിമകളിലും ഉള്ള പേരാണ് ബോബി സഞ്ജയ്. കാരണം എനിക്കൊരു തുടക്കം തന്ന ഒരാൾ. കാര്യം ഞാൻ അദ്ദേഹം അല്ലെങ്കിൽ അവർ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടാണ് വന്നതെങ്കിൽ പോലും മിക്ക സിനിമകളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടായ്മ വേണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ഈ സിനിമ സംഭവിച്ചത്. പിന്നെ ഞങ്ങൾക്കിത് ഡിസംബർ അല്ലെങ്കിൽ ജനുവരി 7th ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. ഞങ്ങളുടെ ഈ സിനിമയുടെ റെക്കോർഡിങ്ങും അതെല്ലാം കുറച്ച് ലേറ്റായി പോയതുകൊണ്ടിട്ട് അത് ആ സമയത്ത് സംഭവിച്ചില്ല. അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടെ ഏർലി ആയിട്ട് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു. പക്ഷെ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ജനുവരിയിൽ തന്നെ ഈ സിനിമ ചെയ്യാൻ പറ്റിയത് ഞങ്ങളുടെ ഒരു വലിയൊരു സന്തോഷമാണ്. സഞ്ജയ് വന്നിട്ടുണ്ട്, ഞങ്ങളുടെ റൈറ്റർ. ആദ്യം ലേറ്റ് ആയിട്ട് വന്നതിന് സോറി. ഈ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഗരുഡന്റെ സമയത്താണെന്ന് വേണേൽ പറയാം. കാരണം അരുണും ഞങ്ങളും തമ്മിൽ ഗരുഡന്റെ 1-2 സിറ്റിങ്ങിൽ ഞാനുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ ഗരുഡൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അരുണുമായിട്ടൊരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. കാരണം എൻ്റെ ഒരു വൈബ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതിനുശേഷം ഗരുഡൻ കഴിഞ്ഞ് ഞങ്ങൾ പല കഥകൾ ആലോചിച്ചിട്ടുണ്ട്. ഈ എല്ലാ കഥകളുടെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് തോന്നിയത് മുൻപ് കണ്ട സിനിമകളെ എവിടെയൊക്കെയോ ഓർമ്മപ്പെടുത്തുന്നു എന്ന രീതിയിലുള്ള പ്രശ്നം തോന്നി. അങ്ങനെ അല്ലാത്ത ഒരു കഥ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധവും വേണം. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ചെയ്തു. ഒരു കഥ ഞങ്ങൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷം അത് വേണ്ടതൊക്കെ. ആ ഇടയ്ക്കാണ് പത്രത്തിലൊരു വാർത്ത കാണുന്നത്. ഈ വാർത്ത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതേ വാർത്ത പല സ്ഥലങ്ങളിലായി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ആ വാർത്ത ഒരു സിനിമയ്ക്ക് വേണ്ടി നോക്കിയപ്പോൾ ആ വാർത്തയിൽ ഒരു ഭയങ്കര പ്രത്യേകത ഉണ്ടായിരുന്നു. ഭയങ്കര യാദൃച്ഛികമായിട്ട് അതേ സമയത്താണ് എറണാകുളത്ത് ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ്. അപ്പൊ ഞങ്ങൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഒരു പുതിയ സിനിമയുണ്ട്, അല്ലെങ്കിൽ വന്നിട്ടില്ലാത്തൊരു സിനിമയുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെയാണ് ഞങ്ങളിത് ലിസ്റ്റിനോട് പറയുന്നത്. ശരിക്കും ലിസ്റ്റിനോട് ഞങ്ങൾ പറയുന്നത് ഒരു 2 വരിയാണ്. ഈ 2 ഇൻസിഡൻസിന്റെ 2 വരിയാണ്. അവിടെ ലിസ്റ്റിൽ ഞങ്ങളോട് കാണിച്ചൊരു ട്രസ്റ്റാണ് ബേബിയുടെ. കാരണം ആ സമയത്ത് ഈ സിനിമ ഉണ്ടായിരുന്നില്ല. ഈ 2 ഇൻസിഡൻസ് മാത്രമേ ഉണ്ടായിരുന്നു. അവിടെ ലിസ്റ്റിൽ ഞങ്ങളോട് ഗോ ഹെഡ് തന്നിടത്താണ് ബേബികൾ തുടങ്ങുന്നത്. തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇതിനൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കി. ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കി ആ സമയത്താണ് ഞങ്ങൾക്ക് ഈ സിനിമ എന്താണെന്നും ഈ സിനിമയ്ക്ക് സാധ്യതകൾ എന്താണെന്നും ഇതിനകത്ത് മറ്റ് ഡയമെൻഷനുകൾ സാധ്യത ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. ആ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെക്കൻഡ് ഡ്രാഫ്റ്റ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ മേക്കിംഗ് സ്റ്റൈൽ എന്തായിരിക്കണമെന്ന് കൂടി അരുണും ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഗുണം അതാണ് ഇതിന്റെ ഒരു പെർട്ടിക്കുലർ മേക്കിംഗ് സ്റ്റൈൽ, ഇതിൽ റോ എന്ന് പറയാവുന്ന
അല്ലെങ്കിൽ വളരെ നമ്മളൊരു അൺകൺവെൻഷണൽ എഡിറ്റഡ് ഒരു മേക്കിംഗ് സ്റ്റൈൽ കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ബേബികൾ. അങ്ങനെയായിരുന്നു ബേബികളുടെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ. നമസ്കാരം. ഞാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി. ബേബികളൊരു ചേട്ടൻ പറഞ്ഞൊരു റോ മൂവിയാണ്. അത് ഒരു എന്താണ് പറയുക, ന്യൂ കമർ എന്നുള്ള നിലയ്ക്ക് എനിക്കതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ബിക്കോസ് നോർമലി ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നോർമലി ചെയ്യുന്ന പോലത്തെ ഒരു ഫിലിം ആയിരുന്നില്ല. കുറച്ച് ടഫായിരുന്നു ആ പടത്തിൽ, പ്രത്യേകിച്ച് എൻ്റെ ക്യാരക്ടർ ഫുൾ ഓഫ് ചെയ്യാനായിട്ട്. പിന്നെ എന്നെ ഗൈഡ് ചെയ്യാൻ അരുൺ ചേട്ടനും സഞ്ജയ് സാറും ഉണ്ടായിരുന്നതുകൊണ്ട് ഏറെക്കുറെ ചെയ്തു പോയി. പിന്നെ ലിസിൻ ചേട്ടനാണ് എന്നെ ക്യാരക്ടറിൽ വിളിച്ചത്. എൻ്റെ ആദ്യത്തെ പടം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് എന്നെ വിളിച്ചതാണ് ലിസിൻ ചേട്ടൻ. എൻ്റെ ഒരുപാട് നന്ദി. അത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്താ പറയുക എനിക്ക് തന്നതിൽ. താങ്ക് യു. അത് എന്താ പറയുക, എൻ്റെ ഒരു ഗ്ലിംസ് കിട്ടിയത് വർഷങ്ങൾക്ക് ശേഷം സിനിമ ഇറങ്ങിയപ്പോഴാണ്. സർവമായി ഇറങ്ങിയപ്പോൾ അതൊരു ഭയങ്കരമായിട്ട് ആൾക്കാരത് ഓൺലൈൻ എഴുതുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ അത് ഇമോഷണലി ഭയങ്കര ആയിപ്പോയി. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് നല്ല കഥ വരണം, നല്ല സ്ക്രിപ്റ്റ്, നല്ല ടീമെല്ലാം വരണം. അങ്ങനെ സംഭവിക്കില്ല. സെലക്ട് ചെയ്തൊരു രീതി ഉണ്ടാവും. സെലക്ട് ഉണ്ടായിരുന്നു. ചില സ്കൂൾ പരാജയപ്പെട്ടു. ഇപ്പം ആ ഒരു നല്ല ടൈമിലാണ് ഇനിയുള്ള സെലക്ഷൻ എങ്ങനെയായിരിക്കും? വിജയം പരാജയം നമുക്ക് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. എത്ര അടിപൊളി ടീമാണെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ വേണമെങ്കിൽ പരാജയപ്പെടാം. പ്രേക്ഷകർ തീരുമാനിക്കുന്ന കാര്യമാണ്. നമുക്ക് കണക്ട് ആവുന്ന സിനിമകൾ ചെയ്യാം. അതൊരു എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഫ്രണ്ടിൽ വെച്ചിട്ട്, എന്റർടൈൻമെന്റ് മാറ്റർ ഫ്രണ്ടിൽ വെച്ചിട്ട് സിനിമകൾ ചെയ്യാന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനൊരു ചർച്ച നടക്കുന്നുണ്ട്, ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. നോർമലി ഇപ്പോൾ ട്രാഫിക്കിന്റെ സിനിമ എടുക്കുമ്പോൾ ഏറ്റവും അവസാനം വന്നിട്ട് ഒരു സ്പീഡ് പേടിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതേ ടീമുമായിട്ട് ഇന്ന് പടാൻ ഇങ്ങനെ സിനിമ വരും. അതും നമുക്ക് ട്രെയിലർ കാണുമ്പോൾ ട്രാഫിക്കിന്റെ പഴയ റിസംബ്ലൻസ് ഫീൽ ചെയ്യുന്നു. ഇത് ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് മൈൻഡ് കണ്ട് പോയിരുന്നത് ട്രാഫിക്കായിട്ട് ആളുകൾ കമ്പയർ ചെയ്യുമോ ഇങ്ങനെ പോയത്? അത് രണ്ടും ഒരേ പാത്തിൽ സഞ്ചരിക്കുന്ന സിനിമയാണ്. ട്രാഫിക്കാണെങ്കിൽ ബേബികളാണെങ്കിൽ, പക്ഷെ ട്രാഫിക് പോലത്തെ സിനിമയല്ല ബേബികൾ. ട്രാഫിക് കുറച്ചും കൂടി ബിഗ് സ്കെയിൽ, വലിയ ഇൻറ്റൻസ്, അങ്ങനത്തെ വേറൊരു സിനിമയാണ്. ബേബികൾ സെയിം പാത്തിലാണ്, പക്ഷെ നമുക്ക് ട്രാഫിക്കായിട്ട് കമ്പയർ ചെയ്യേണ്ടതാണ്. ബേബികൾ എന്ന് പറഞ്ഞൊരു സിനിമയായിട്ട് തന്നെ എടുക്കാം. പക്ഷെ ആ ഒരു മൂഡായിരിക്കും സിനിമ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചേട്ടാ, കഴിഞ്ഞ പ്രാവശ്യം TTT എന്നുള്ള സിനിമയുടെ പ്രൊമോഷൻ കണ്ടിട്ട് ജീവ സാർ വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു സിനിമ എങ്ങനെ വന്നാലും ഒരു 45 ദിവസത്തിൽ തീർക്കാൻ നോക്കണം, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് അതൊരു നഷ്ടത്തിലേക്ക് വരുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചായിരുന്നു. എത്ര വലിയ ബഡ്ജറ്റുള്ള സിനിമയാണെങ്കിലും ഒരു 45 ദിവസത്തിൽ തീർക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞായിരുന്നു. അപ്പോൾ മലയാള സിനിമയിൽ പണ്ടൊക്കെ 15 ദിവസം, 20 ദിവസം, 30 ദിവസം കൊണ്ടൊക്കെ എത്ര വലിയ സിനിമയാണെങ്കിലും ഐവിശേഷ സിനിമകളടക്കം, ബ്രഹ്മാണ്ഡ സിനിമകളടക്കം തീർത്തിട്ടുണ്ട്. അന്ന് അത്രയും സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നുള്ളൂ, ലിമിറ്റഡ് ആയിരുന്നു. പക്ഷെ ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് എത്ര ഷോട്ട് വേണേലും വരെ എടുക്കാം. എന്നിട്ടും എന്താണ് മലയാള സിനിമകൾ പോലും ഒരു 40 ദിവസത്തിലും 50 ദിവസത്തിലൊക്കെ തീർക്കാൻ പറ്റാത്തത്? ഞാൻ സത്യത്തിൽ ഇത് ഇവരോട് പറഞ്ഞു മടുത്തു. കാരണം എത്രയും പെട്ടെന്ന് തീർക്കാൻ ഞാൻ പറഞ്ഞു. കാരണം അത്രയും ചെലവ് എനിക്ക് കുറഞ്ഞു. ഇത് ഈ സിനിമ തന്നെ ഒറ്റ ദിവസം നടക്കുന്ന സിനിമയാണ്. എന്നിട്ട് പോലും ഒരു 50 ദിവസം വിഷയം ഒരു ദിവസം നടക്കുന്നതാണെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് 50 ദിവസം എടുക്കുക. ഇത് ഒരുമിച്ചിരുന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യും സാറേ. കാരണം ഇതേ ഡൗട്ട് എനിക്കുണ്ട്. ഞാനിത് നമുക്കതൊന്ന് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് ഒരു രക്ഷയില്ല. കാരണം സിനിമ നമ്മള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സംഭവമാണ്. ഇത്ര ദിവസത്തിനുള്ളിൽ ഭയങ്കര പ്ലാനിങ്ങും പരിപാടിയായിട്ടാണ് വരുന്നത്. പക്ഷെ ഇത് തുടങ്ങി കഴിയുമ്പോൾ ഇതിന്റെ പ്ലാൻ എല്ലാം തെറ്റിപ്പോകും. അപ്പോൾ ഇത് ഒരു 60 ദിവസം പ്ലാൻ ചെയ്ത സംഭവം ചിലപ്പോൾ ഇതൊരു 75 ദിവസം പോകും, അല്ലെങ്കിൽ 80 ദിവസം പോകും. പല സിനിമകളിലും നടക്കാറുണ്ട്.
ഐഡിയാസ് ഇപ്പോൾ സ്പോർട്ടിലായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ഷൂട്ടിംഗ് ഡേയ്സ് കൂടി പോകുന്നത്. പിന്നെ അങ്ങനെ വരുമ്പോഴാണല്ലോ ബഡ്ജറ്റും കൂടുന്നത്. അപ്പോൾ ഹൈ ബഡ്ജറ്റ് സിനിമ എന്ന് കാണിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഷൂട്ട് ചെയ്താലേ പറ്റുള്ളൂ എന്നാണ് ഒരു ധാരണ. ഇപ്പൊ പഴയ പോലെ OTT-ലൊക്കെ പടങ്ങള് മലയാള സിനിമകൾ സെല്ലാവുന്നുണ്ടോ? കാരണം ഒരിടക്ക് പ്രൊഡ്യൂസേഴ്സ് പറയുന്നുണ്ടായിരുന്നു മലയാള സിനിമകൾ അങ്ങനെ എടുക്കുന്നില്ല, തിയേറ്ററിൽ ഓട്ടം നോക്കിയിട്ടൊക്കെയാണ് എടുക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് OTT നമുക്ക് ഫ്രണ്ട്ലി ആണോ? ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ ഇൻഡസ്ട്രിയിലെ ഒരു സ്വഭാവം തന്നെ ഇപ്പൊ മാറിപ്പോയപ്പോ അതുകൊണ്ടിട്ടാണ് എന്താ പറയാ എല്ലാ സിനിമകളും ഇപ്പൊ ആഫ്റ്റർ റിലീസ് ആണ് നടക്കുന്നത്. നേരത്തെയൊക്കെ പ്രീ സെയിൽ നടക്കുമായിരുന്നു. ഇപ്പോ അങ്ങനെയുള്ള ഒരു കുറെ നാളുകളായിട്ട് ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് അനുഭവിക്കുന്ന ഒരു വിഷയം തന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും തന്നെ പ്രീ സെയിൽ നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പൊ ആമസോൺ കുറെ നാളുകളായിട്ട് പടം വാങ്ങുന്നില്ല. നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് നോക്കിയറിയാം, കുറെ നാളുകളായിട്ട് പടം വാങ്ങിയിട്ടില്ല. ഇപ്പൊ ലാസ്റ്റ് എക്കോയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് സെയില് നടക്കുന്നില്ല. പൊതുവെ ആഫ്റ്റർ റിലീസ് പടം ഹിറ്റാണെങ്കിൽ അവരെ വാങ്ങുന്നുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പടങ്ങള് കണ്ടിട്ട് അത്ര കോൺഫിഡൻസ് തോന്നുന്ന പടങ്ങൾ അവർ വാങ്ങുന്നുണ്ട്. ഇപ്പൊ സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഈ പടം അവർ കാണുകയും അവർക്ക് കണ്ട എല്ലാവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിട്ട് സെയിലാവാതിരിക്കുന്ന സമയത്ത് റീസെയിലായ പടവും കൂടിയാണ് ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ. എത്ര വലിയ മീഡിയ ക്രൗഡിനായാലും ഇത്രയും മനോഹരമായിട്ട് തക്ക് കൗണ്ടർ അടിക്കാൻ കഴിവുണ്ട്. എനിക്കറിയില്ല. ഒരു അപ്ഡേഷൻ ചോദിക്കട്ടെ, പെൻസ് സിനിമയുടെ നിലവിലുള്ള ഇതിനൊരു 30 ദിവസം ഒരു ഷൂട്ടുണ്ട്. ഇപ്പൊ ഞാൻ ബദ്രയിൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റോളക്സ് പോലെ ഒരു കൊടൂരമായ വില്ലനെ കാണാൻ കമ്പയർ ചെയ്യണ്ടേ? അതൊരു വില്ലൻ ക്യാരക്ടറാണ്. റോളക്സ് പോലെ ഞാനും എക്സൈറ്റഡ് ആണ്. ആ ഒരു വേൾഡിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യത്തിൽ എക്സൈറ്റഡ് ആണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രൊജക്റ്റാണ് ഹീറോ മൂവി അനൗൺസ് അതിന്റെ പിച്ചിങ് നടക്കുന്നു. അത് ബഡ്ജറ്റ് ഇത്തിരി ഹൈ ആയതുകൊണ്ട് ഉള്ള ഡിലേ ആണ്. അത് പിച്ചിങ് നടക്കണം. പ്രൊഫഷണൽസ് അല്ല സോറി, സഞ്ജയ് ചേട്ടൻ, സോറി കൺഫ്യൂഷൻ. ബോബിയാണോ സഞ്ജയ്? ഓക്കെ, സോറി സോറി. സഞ്ജയ് ചേട്ടാ, ഞാൻ കഴിഞ്ഞൊരു സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് ഒരു സംവിധായകനോട് ചോദിച്ചിരുന്നു. കാരണം മലയാള സിനിമയിൽ ഈ സംവിധായകന്റെ പേര് പോസ്റ്ററിൽ വലുതാക്കി വെക്കുന്നത് പോലെ എഴുത്തുകാരുടെ പേര് വെക്കാറില്ല. സൈഡിൽ എവിടെയെങ്കിലും മാറ്റി ചെറുതാക്കിയൊക്കെ എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെയൊക്കെ സിനിമകൾ വരുമ്പോഴാണ് എഴുത്തുകാരന്റെ പേരിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. നമുക്കൊരു വലിയ പേരായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, പോസ്റ്ററിലടക്കം. പക്ഷെ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ സിനിമ എഴുതി തുടങ്ങുമ്പോൾ ഈ റൈറ്റേഴ്സിന്റെ പേര് വളരെ ചെറിയൊരു കോളത്തിൽ ഒതുക്കുന്ന ഒരു സ്വഭാവം പോസ്റ്റേഴ്സിൽ കണ്ട് തുടങ്ങിയിട്ടുണ്ട് കുറെ നാളായിട്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഒരു സിനിമയുടെ അടിത്തറ തിരക്കഥയല്ലേ? എന്താണ് ഇതിന്റെ കാരണം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അത് അങ്ങനെയാണ് അതിന്റെ രീതി എന്നാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളതാണ് ഇതിന്റെ സത്യം. അത് എന്തുകൊണ്ടാണ് അത് എന്നുള്ളത് അറിയില്ല. പക്ഷെ നേരത്തെ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന് ലിസ്റ്റിനോട് ചോദിച്ച ചോദ്യത്തിന് 15 ദിവസം കൊണ്ട് സിനിമ തീരുമാനിക്കുന്നല്ലോ, ഇപ്പൊ എന്താണ് 50-60 എടുക്കുന്നതെന്ന് ചോദിച്ചല്ലോ ശശി സാറിനെ പോലുള്ളവർ. ഓക്കെ, എനിക്ക് തോന്നുന്നൊരു കാര്യം, അന്ന് അതായത് 80കളിലാണ് താങ്കൾ പറയുന്ന ഈ സംഭവം അല്ലെ, 80കളിലൊക്കെ 15-20 ദിവസം കൊണ്ടായിരുന്നു സിനിമ തീർന്നിരുന്നത്. അന്ന് നമ്മളുടെ കോമ്പറ്റീഷൻ നമ്മളുടെ ലാംഗ്വേജ് സിനിമകളുമായിട്ട് തന്നെയായിരുന്നു. ഇത്രത്തോളം നമ്മൾ ഇന്റർനാഷണൽ സിനിമകൾ എക്സ്പോസ്ഡ് അല്ല. അന്നും ഇന്റർനാഷണൽ സിനിമ എടുത്തിരുന്നത് 100-150 ദിവസമാണ് ഷൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 15 ദിവസം എടുത്തിരുന്നത്. പക്ഷെ നമുക്ക് കാരണം കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. ഇപ്പോ നമ്മുടെ ഓഡിയൻസ് വളരെ പ്രബുദ്ധരാകുകയും അവർ ഇന്റർനാഷണലി ഒരുപാട് എക്സ്പോസ്ഡ് ആകുകയും ചെയ്യുമ്പോൾ നമുക്ക് കമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് ഈ 100 ദിവസം 120 ദിവസം ഷൂട്ട് ചെയ്ത സിനിമകളുമായിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പെർഫെക്ഷനും എക്സ്പെർട്ടീസും ഓഡിയൻസ് നമ്മുടെ സിനിമകളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ പെർഫെക്ഷന് വേണ്ടി പഴയതിനേക്കാൾ കൂടുതൽ നമുക്കൊന്ന് ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഈ പറയുന്ന ദിവസങ്ങൾ കൂടുന്നതും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകുന്നത്.
പിന്നെ ഈ പേരിന്റെ കാര്യം പറഞ്ഞാൽ സത്യമായിട്ടും എനിക്ക് അറിയില്ല, അത് എന്താണ് അങ്ങനെ ഒരു കാര്യം എന്നുള്ളത് എനിക്ക് അറിയില്ല. സിനിമയുടെ അടിത്തറ ഒരു തിരക്കഥ നന്നായെന്ന് വിചാരിക്കുക, എന്റെ സംവിധാനം നല്ലതല്ല എങ്കിൽ ആ തിരക്കഥ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇനി സംവിധാനം നന്നായാൽ എന്റെ നടീനടന്മാരെ നന്നായില്ലെങ്കിൽ പ്രയോജനം ഉണ്ടായില്ല. അപ്പൊ അടിത്തറ എന്നുള്ളത് മാത്രം പറയാമെങ്കിലും ഒരു തിരക്കഥ സിനിമ ആകണമെങ്കിൽ ഇവരെല്ലാവരും വേണം. ഒരു തിരക്കഥ സിനിമ ആയില്ലെങ്കിൽ ഇറ്റ് ഇസ് ഡെഡ്, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പൊ ഒരുപാട് പേര് കൂടുന്ന ഒരു കൊലാബറേഷൻ ആയിട്ടാണ് ഞാൻ സിനിമയെ കാണുന്നത്. തിരക്കഥയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതല്ല, ഒരു തിരക്കഥയെ ഇവരെല്ലാവരും കൂടെ മികച്ചതാക്കുന്നതാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അല്ല, ശരിക്കും പറഞ്ഞാൽ അതിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളത് എഴുതി നമ്മളത് മുമ്പോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ വളരെ ലേറ്റായിട്ടാണ് നിവിൻ വരുന്നത്. ശരിക്കും ലേറ്റായിട്ടാണ് നിവിൻ വരുന്നത്. അപ്പൊ നിവിൻ ഇത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ഞങ്ങൾക്ക് ഭയങ്കരമായ സംശയം ഉണ്ടായിരുന്നു. കാരണം നിവിനെ പോലുള്ള ആക്ടറോട് അങ്ങനെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഇത് പോയി പറയുമ്പോൾ അതെന്തായി തീരും എന്നുള്ളത് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ മുൻപ് സിനിമ ചെയ്തിട്ടുള്ളതിന്റെ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തത്. ഇതിപ്പോ ഞങ്ങള് സംഗീതനോടും ലിജോയോടും അഭിമന്യുവിനോടും ഒക്കെ കഥ പറയുമ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്ന ഫുൾ കഥയാണ്. പക്ഷെ നിവിനോട് ഞങ്ങൾ പ്രസന്റ് ചെയ്തത് ഫുൾ സ്ക്രീൻ പ്ലേ, 100% ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ. അപ്പോൾ ഞങ്ങൾക്കൊരു 50% ആണ് വിചാരിച്ചത്. നിവിന് പ്രത്യേകിച്ച് ഒരു കുറച്ച് ഡിലേ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട്. പക്ഷെ നിവിൻ അത് ചെയ്യാമെന്ന് സമ്മതിക്കുകയാണ്. നിവിനൊന്ന് ചെയ്യാമെന്ന് സമ്മതിച്ചതിന് ഒരു റീസൺ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോൾ നിവിൻ പറഞ്ഞൊരു വാചകത്തിലായിരുന്നു നിന്നുള്ളത്, ബിക്കോസ് ഐ എം എ ഫാദർ എന്നാണ്. ഞാനൊരു അച്ഛനായതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ സിനിമ ചെയ്തതെന്നാണ്. അപ്പോൾ അക്കാര്യത്തിൽ നിവിൻ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് ചെറുതല്ല. ഈ സിനിമയുടെ ഭാഗമാകണം എനിക്ക് എന്നുള്ള രീതിയിലാണ് നിവിൻ ഇതിലേക്ക് വരുന്നത്. അല്ല, അതായത് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ കഥയാണ് ഇതിന്റെ മെയിൻ താരം. അപ്പോൾ ആ കഥ കേട്ടപ്പോൾ ഇതിന്റെ ഭാഗമാണല്ലോ എന്ന് എനിക്ക് തോന്നി. ഒറ്റ റീസണാണ്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുട്ടികളുടെ കഥയാണ്. അപ്പോൾ എനിക്കത് ഞാൻ വളരെ പേഴ്സണലായിട്ട് കാണുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഞാനൊരു അച്ഛനായതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും അതിന്റെ റീസൺ. അപ്പോൾ എനിക്ക് കുട്ടികൾ ഇഷ്ടമുള്ള അല്ലെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇന്ന് ഇരിക്കുന്നത് ഒരു റീസൺ ഉണ്ട്. ആ റീസണാണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് സിനിമ കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് കഴിയുമ്പോൾ മനസ്സിലാവും സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു പറയപ്പെടേണ്ട സിനിമയാണ്. അതിന്റെ ഭാഗമാവാൻ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കൂടെ ഒരു കുട്ടിയൊക്കെ അത് 4 ദിവസം പ്രായമുള്ള കുട്ടിയൊക്കെ ആകുമ്പോൾ ആ ക്യാരക്ടറായിട്ട് ചെയ്യണം, കുട്ടിയെ നോക്കണം, ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. അത് എങ്ങനെയാണ് ആ സിറ്റുവേഷൻ? ആക്ച്വലി സാധാരണ ഞാൻ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എൻ്റെ ടെക്നീഷ്യൻസ് ഒക്കെ എപ്പോഴും ചെയ്തോളായിരുന്നു, നീ കുറച്ചും കൂടി ക്യാമറ നോക്കി ചെയ്യും, നീ എഡിറ്റർ അല്ലേ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആക്ഷൻ്റെ കട്ടിൻ്റെ ഇടയിൽ നമുക്ക് അഭിനയം മാത്രം ചെയ്യാനുള്ള കോൺഫിഡൻസിലേക്ക് എത്തിയിട്ടുള്ളൂ. എപ്പോഴും വേറെ ബാക്കി ടെക്നിക്കാലിറ്റികളിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല, അതിലേക്കുള്ള എക്സ്പീരിയൻസോ കോൺഫിഡൻസോ എത്തിയിട്ടില്ല. പക്ഷെ ഈ സിനിമ അത് ബ്രേക്ക് ആയ ഒരു സിനിമയാണ്. കാരണം ഇത് കുറച്ചും കൂടി റോഡ് പരിപാടികളുണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ. അതുകൊണ്ട് തന്നെ കാറ് ഹാൻഡിൽ ചെയ്യണം, കാറിൽ ക്യാമറ വെക്കണം, കുഞ്ഞ് ഭയങ്കര വലിയൊരു ഫാക്ടറാണ്. അതിപ്പോൾ റോഡാണെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞ് നമ്മളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഇവരുടെ പാരൻസ് ഒരു കുഞ്ഞ് ഏറ്റവും അവരുടെ ഒരു 10 മാസത്തെ കാത്തിരിപ്പാണ് അവരുടെ കൈകളിലേക്ക് എത്തിയിട്ട് ആ ട്രസ്റ്റാണ് അവർ നമ്മളുടെ കയ്യിലേക്ക് തരുന്നത്.
അപ്പോൾ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും, പ്രത്യേകിച്ചും കുട്ടികൾ എടുത്തിട്ട് എനിക്കൊന്നും ശീലം ഉണ്ടായിരുന്നില്ല. അപ്പൊ കുഞ്ഞിനെ അത്രയും നമ്മള് കുഞ്ഞിപ്പൊരുത്തിയാണ് കൊണ്ടുവന്നിരുന്നത്, എല്ലാ സമയത്തും ടേക്ക് കെയർ ചെയ്ത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രഷറും ആ സമയത്ത് ഉണ്ടായിരുന്നു. പെർഫോം ചെയ്യുകയും ഇത് ഹാൻഡിൽ ചെയ്യുകയും ചെയ്യാന്ന് പറയുന്നത് ഓൾസോ ബാക്കിയുള്ള എല്ലാം എനിക്ക് കുറച്ചും കൂടി ഇപ്പൊ കോമഡി ആണെങ്കിലും ഒക്കെ കുറച്ച് നമുക്ക് ചെയ്ത് എവിടേക്കോ ഒന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ക്യാരക്ടർ വൈസും വേറൊരു പരിപാടി ചെയ്യുന്നു. അപ്പൊ എനിക്കാണ് പ്രശ്നമായിരുന്നു. ഇതില് ഒരു റിയൽ കുഞ്ഞിനെ ഒരു കാര്യമില്ല, സംഗീത പറഞ്ഞ പോലെ തന്നെ ഞാനും അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുപാട് ഇടപഴകുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇത്രയും ചെറിയ കുഞ്ഞാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഞ്ഞിനെ അങ്ങനെ എടുത്തു വലിയ ശീലമില്ല. പക്ഷെ സിനിമയിൽ കുറെ സീൻസിൽ ഞങ്ങളുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അതിന്റെ പേടി ഉണ്ടായിരുന്നു. നമ്മൾ കാരണം ഒരു ചെറിയ പോറൽ പോലും ഉണ്ടാകരുത് എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ടേക്കിൽ നിൽക്കുന്നതിന് മുമ്പ് കുഞ്ഞ് കരയാണെങ്കിൽ കുഞ്ഞിനെ ഒന്ന് കംഫർട്ടബിൾ ആക്കിയിട്ട് നമ്മൾ ടേക്കിലേക്ക് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ പേടി ഉണ്ടായിരുന്നു, പ്രഷർ ഉണ്ടായിരുന്നു. വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി. ഇപ്പോ ട്രാഫിക് എന്ന ഒരു വലിയ ത്രില്ലറായിരുന്നു മലയാളികൾക്ക് അന്ന് കിട്ടിയത്. അപ്പൊ അത് കൂടാതെ മുംബൈ പോലീസ് പറഞ്ഞ ഒരിക്കലും പ്രേക്ഷകർ ഇമാജിൻ ചെയ്യാത്ത രീതിയിൽ ഒരു ത്രില്ലർ ഫോർമാറ്റിൽ കഥ കൊണ്ടുപോകുന്ന ഒരു റൈറ്റേഴ്സ് ആണ് ബോബി സഞ്ജയ്. ഒരു ഓൾഡ് ബോയ് ഒക്കെ ആ ഒരു രീതിയിൽ എനിക്ക് ഫേവറേറ്റ് ആണ് മുംബൈ പോലീസ്. അതുപോലെ ത്രില്ലർ ഇന്ത്യയിൽ അന്ന് വന്നിട്ടില്ല. കാരണം തോക്കില് ഷൂട്ടർ അടുത്തില്ലാതെ ഒരാളെ കിൽ ചെയ്യുന്ന ഫോർമാറ്റ്. ഇപ്പോ ട്രാഫിക്കില് ഇതേപോലെ ഇന്റർവെൽ സീനില് ആ കാർ മിസ്സായി, വേറെ കാർ. അപ്പൊ ഇന്റർവെല്ലിൽ കോപ്പി അടിക്കാൻ പോകുന്ന ആളുകളെല്ലാരും ആ കാർ അവിടെ പോയി എന്നുള്ളൊരു ഡൗട്ട് അവർ കുറച്ച് നേരത്തേക്ക് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റി. അപ്പൊ ബേബി ഗേൾ എന്ന സിനിമയിൽ ഇന്റർവെല്ലിന് നിങ്ങൾ എന്തെങ്കിലും ഒരു ത്രില്ലർ ഫോർമാറ്റ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രേക്ഷകർ എങ്ങനെ തോന്നണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇന്റർവെല്ലില് ഒരു ചെറിയൊരു സസ്പെൻസ് ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ നിവിൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രാഫിക്കും ഇതും തമ്മിൽ കമ്പയർ ചെയ്യാതിരിക്കുകയാണ് നല്ലതെന്ന് തോന്നുന്നു. രണ്ടും രണ്ട് സിനിമയാണ്. ഇത് കൂടുതൽ ഇമോഷണൽ ഫാമിലി ത്രില്ലർ എന്ന് പ്രകടനപ്പെടുത്താവുന്ന സിനിമയാണ്. ട്രാഫിക് മറ്റൊരു സിനിമയാണ്. പക്ഷേ അഗൈൻ ചോദ്യത്തിന് ഉത്തരം ചെറിയൊരു സസ്പെൻസ് ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. മാത്രമല്ല ഞാൻ ആഡ് ചെയ്യണം, സഞ്ജയോടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രിപ്റ്റ് പുള്ളി എഴുതുമ്പോൾ ട്രാഫിക് ആ സമയത്ത് എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ഐ ബിലീവ് ഓൾസോ പുള്ളി ചെയ്തിരിക്കുന്നത് ഈ സമയത്തെ വളരെ അപ്ഡേറ്റഡ് ആയിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് ടീം ചെയ്തിരിക്കുന്നത്. സോ ഐ തിങ്ക് ട്രാഫിക്കിന്റെ ഇമ്പാക്ട് എനിക്ക് അന്നത്തെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ, പക്ഷേ ഇന്ന് ഈ സ്ക്രിപ്റ്റ് അത്യാവശ്യം പുള്ളി ബിൽഡ് ചെയ്ത് തന്നെയാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ കറന്റ്ലി വർക്ക് ചെയ്യുന്ന ഒരു സംഭവത്തിൽ എല്ലാവർക്കും റീച്ച് ആവുന്ന ഒരു പരിപാടിയൊക്കെയാണ് പുള്ളി. പ്രേക്ഷകന് അടുത്ത സെക്കൻഡിൽ ഇപ്പം വില്ലൻ ആരാന്ന് അറിയാം, നായകൻ ആരാന്ന് അറിയാം, ഇത് ഇങ്ങനെ ബ്രേക്ക് ചെയ്യണമെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ. അപ്പൊ അത് പ്രേക്ഷകനും അത് ബിൽഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സിനിമ എടുത്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ റിയൽ ആണ്, കുറച്ചുകൂടെ പബ്ലിക് പ്ലേസ് ആണ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പം ഇങ്ങനൊരു സബ്ജക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ടെൻഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ സബ്ജക്ട് എത്രത്തോളം ആളുകൾക്ക് കണക്റ്റഡ് ആവും, അല്ലെങ്കിൽ കണക്റ്റഡ് ആവും, ഇത് എത്രത്തോളം വർക്ക് ആവും എന്നൊരു സാധനം ഉണ്ട്. നമുക്ക് ഓൾറെഡി ഒരു സേഫ് സോണിൽ നിൽക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. ആ ബ്രേക്ക് ഉള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. അല്ല, നമ്മളിപ്പോ ഒരു സിനിമ ചെയ്യണമെങ്കിൽ ഒരു 1.5 കൊല്ലം ഒരു സിനിമയുടെ പിന്നാലെ നമ്മൾ ട്രാവൽ ചെയ്ത് പോകണം. അപ്പോൾ ഒരു 1.5 കൊല്ലം നമ്മൾ ആ സിനിമ ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആ സിനിമയുടെ സബ്ജക്റ്റിനോട് ഒരു ഭയങ്കര ലൈക്കിംഗ് ഉണ്ടാവും. നമ്മൾ ഒരുപാട് സെറ്റ്ബാക്സ് ഫേസ് ചെയ്തിട്ടുണ്ട് ഒരു ഡയറക്ടർ എന്ന രീതിയിൽ. നമ്മൾ എല്ലാ സ്റ്റേജിലും ചിലപ്പോൾ എനിക്കെന്നല്ല എനി ഡയറക്ടർ പോലെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ വരുമ്പോൾ തന്നെ ഒരുപാട് സെറ്റ്ബാക്സ് ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്ത് അത് ബീറ്റ് ചെയ്ത് നമ്മളൊരു സിനിമയിലേക്ക് വരും. ഫസ്റ്റ് സിനിമ എന്നല്ല, എല്ലാ സിനിമയും ഈക്വലി ചാലഞ്ചിങ് ആണ്. അപ്പൊ ആ ചാലഞ്ച് ഈ 1.5 years നമ്മൾ കവർ ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന നമുക്ക് പാഷനറ്റ് ആയിട്ട് തോന്നുന്ന സാധനങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലൂടെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ തോന്നുന്നത്. സോ അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് ഞാൻ സെർച്ച് ചെയ്ത് അങ്ങനെയാണ് ബേബി ഗേൾ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടിയത്. സോ
റീഇൻവെന്റ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഇന്നത്തെ ഒരു ജനറേഷൻ വെച്ച് നമ്മൾ ഐ തിങ്ക് എവറി 3 or 4 months ട്രെൻഡ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സിനിമ വരുമ്പോൾ പുതിയ പരിപാടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ വളരെ അലേർട്ടായിട്ട് ആ ട്രെൻഡ്സിനോട് കീപ്പ് ചെയ്യാൻ കൂടി ശ്രമിക്കണം. നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്ന് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് വി ആർ മേക്കിംഗ് എനിത്തിങ് ആസ് എൻ ആർട്ടിസ്റ്റ്. സോ ഞാൻ മാത്രമല്ല, അതൊക്കെ പഠിക്കുന്നത് സഞ്ജുവിനെ പോലുള്ള റൈറ്റേഴ്സ് ഒക്കെയാണ്. അവരൊരിക്കലും അവർ ചെയ്ത സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ട്രാഫിക്കിന്റെ റെപ്പിറ്റേഷൻ അല്ല ഇത്, ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. സോ നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മളിപ്പോൾ സ്ട്രഗിൾ ചെയ്ത് ഇവിടെ എത്തുകയാണെങ്കിൽ നമ്മൾ അടുത്ത സാധനം നമ്മളെ ഗ്രോ ചെയ്യാനുള്ള ഒരു സാധനം കൂടി ചെയ്യണമെന്ന് ഞാൻ ബിലീവ്. സോ ബേബികൾ അതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദുഃഖപുത്രിയായിട്ട് ശാരദ എന്നുള്ള നടിനെ പറഞ്ഞിരുന്നു. ഇപ്പൊ അതുപോലെ ഒരു ദുഃഖപുത്രി ആവുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്താണ് ഇത്ര ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രം ചൂസ് ചെയ്യുന്നതാണോ, അതോ ഹാപ്പി ക്യാരക്ടേഴ്സിനെ ആരും ചൂസ് ചെയ്യുന്നില്ല? എന്നാലും കുറെ കാര്യങ്ങൾ ഇല്ല. ഞാൻ കണ്ടതാ പടം, ഞാൻ അതെ ആ ഹസ്ബൻഡിന്റെ ആ ഒരു സംഭവത്തിൽ കരുതുന്നു. ഇല്ല, ഇത് എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സിന് ഞാൻ ചൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ എനിക്ക് പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള ക്യാരക്ടേഴ്സ് ആണ് കളിക്കുന്നത്. ഇതിലെല്ലാം നമ്മൾ കളിച്ച് ടൈം കാസ്റ്റ് ആയി പോകുമ്പോൾ പേടിയുണ്ടോ? ഇല്ല, കാരണം വേറെ വേറെ ജോണസിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ പേടി. നിമിച്ചേട്ടാ ഒരു ചോദ്യം ചേട്ടനോട് ചോദിച്ചിട്ടില്ല. ചേട്ടന് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാല് ചോദിക്കാൻ വെച്ചിരുന്ന ഒരു ചോദ്യമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വഴി കൂടി നടക്കുമ്പോ ഒരു ബൈക്കിൽ വന്നൊരു ചേട്ടൻ എന്റെ പുറത്ത് ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, എടാ നിവിൻ പോളിയുടെ തട്ടത്തിന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പോയി കാണാതെ. അന്നാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് നിവിൻ ചേട്ടന്റെ പേര് കേൾക്കുന്നത്, സത്യം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പ്രേമത്തിന് പോയപ്പോ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അടുത്ത ഷോ ആണ് ഞാൻ കണ്ടത്. ആ സിനിമ കണ്ടതോടുകൂടി നിവിൻ പോളി എന്നുള്ളൊരു താരത്തെ ഞാൻ മനസ്സിലാക്കി. നമ്മള് മേത്തോട്ട് അങ്ങനെ കയറി ഫാനായി മാറി. എന്നിട്ട് ഫാൻസ് അസോസിയേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരു നടന്റെ ഫോം ഫിൽ ചെയ്യാം, അസോസിയേഷനിലുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാരെ കൂട്ടാനുള്ള പരിപാടികളൊക്കെ ചെയ്ത് തുടങ്ങി. പക്ഷെ അത് എന്തുകൊണ്ട് വർക്കൗട്ട് ആയില്ല. പിന്നെ ചേട്ടനൊരു ഡൗൺഫോൾ വന്നു കരിയറിന്. അപ്പൊ കുറെ പേര് എന്നോട് പറഞ്ഞു, നന്നായില്ലേ അസോസിയേഷനിൽ ചേരാൻ, കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ പിന്നെ ഈ സർവ്വമായയിലൂടെ ചേട്ടൻ്റെ ഒരു തിരിച്ചൊരു നടന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളി തിരിച്ചു വന്നടാ എന്നുള്ള രീതിയിൽ ഞങ്ങളെപ്പോലുള്ള കുറെ പേർക്കാണ് ഭയങ്കര സന്തോഷമായത്. ശരിക്കും കുറെ നാളായിട്ട് ഡെസ്പായിട്ടിരിക്കുകയായിരുന്നു നമ്മളൊക്കെ. ഓക്കെ, അപ്പൊ ഈ ഡൗൺഫോള് അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു സക്സസ്, ഇതിനൊക്കെ ചേട്ടൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പിന്നെ ഫാൻസ് ഇപ്പോഴും അങ്ങനെ ഒരു വർക്കൗട്ട് ഉണ്ട്, നിവിൻ പോളി ഫാൻസ്. ആ ഫാൻസിനെ ചേട്ടന് എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് എനിക്ക് എല്ലാ നടന്മാരും എല്ലാ ടെക്നീഷ്യൻസ് എല്ലാവരും കടന്നു പോകുന്നൊരു ഫേസാണ് കടന്നു പോകും. അപ്പോൾ ഉയർച്ചയും നേരിട്ടപ്പോൾ ആഴ്ചയും നേരിടും. അത് നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്താണ് അതിന് പഠിക്കാൻ പറ്റുക, എന്താണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, ഇതെല്ലാം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തതാണോ അല്ലെങ്കിൽ ടീം സെലക്ട് ചെയ്തതാണോ, അങ്ങനെ പല പല വിഷയങ്ങൾ അതിനകത്ത് വരും. സർവമായ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു പ്രേക്ഷകർ ഏറ്റെടുത്തു. ഇത്രയും വലിയ വിജയവും സിനിമയിലാണ് സർവമായ. പക്ഷെ അതിൻ്റെ ഒരു റൈറ്റിങ്ങിൻ്റെ ക്വാളിറ്റി, മേക്കിംഗ് ക്വാളിറ്റി എല്ലാം പ്രേക്ഷകർക്ക് കണക്റ്റായി, ഇമോഷണലി ആ സിനിമ കണക്റ്റായി എന്നുള്ളതാണ് സിനിമയുടെ വിജയം. അത് വിജയിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ബേബികൾ എന്നാണ് ഈ സിനിമയും വിജയിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ വിജയപരാജയങ്ങൾ നമ്മൾ എഫക്ട് ചെയ്യാത്തൊരവസ്ഥയിലെത്തി എന്നുള്ളതാണ് സർവമായ കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുത്തിക്കൊണ്ട് പുകഴ്ത്തല്ല. പക്ഷെ ഞാൻ പറയുമ്പോൾ ആർക്കെങ്കിലും വിഷമമൊന്നും വിചാരിക്കരുത്. കാരണം സാക്ഷാൽ ലാലേട്ടൻ കഴിഞ്ഞാലും ഇന്ന് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് ഒരു പടത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിനെ തൂക്കിയടിക്കാൻ കഴിവുള്ള ഒരു നടൻ നിവിൻ പോളി മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നിയത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയായിരുന്നു. അത് യൂത്ത് ഫാമിലിനെ സെപ്പറേറ്റ് ചെയ്യാതെ നേരത്തെ പറഞ്ഞു സിനിമ വർക്കാവും എപ്പോഴും അത് നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ ഈ സിനിമ എല്ലാവരും കണക്ട് ചെയ്യും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് പ്രായപരിധിയോ അല്ലെങ്കിൽ പ്രായങ്ങളുടെ വിഷയങ്ങളൊന്നുമില്ല. ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ ഈ സിനിമ കണക്ട് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം.
കഥാപാത്രം ഇപ്പം മരുന്നിനാണോ മനുഷ്യന്റെ ആവശ്യം, മനുഷ്യനാണോ മരുന്നിന്റെ ആവശ്യം എന്നൊരു ചോദ്യമുണ്ട്. അപ്പം ചില കാര്യങ്ങൾ തുറന്നു കാണിക്കാൻ പല ആക്ടേഴ്സും ധൈര്യപ്പെടാറില്ല. അപ്പൊ താങ്കൾ ഇപ്പം ചെയ്യുന്ന കഥാപാത്രങ്ങൾ അതുപോലത്തെ കഥാപാത്രങ്ങളാണ്. അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. അഗെയിൻ അത് നമ്മുടെ അടുത്ത് വന്ന് കഥ നരേറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു ഇൻഡ്യൂഷനാണ്. അങ്ങനെ ഫാർമ ചെയ്തതിന്റെയും റീസൺ ഇത് ഇങ്ങനെയൊക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ടോ എന്നുള്ള ഒരു തോന്നൽ തോന്നിയത് അപ്പോഴാണ്. അതും കുട്ടികളുടെ കഥ പറയുന്ന സിനിമ, ഒരു വെബ് സീരീസ് ആയിരുന്നു. അപ്പൊ അതെനിക്ക് ചെയ്യണമെന്ന് തോന്നി. കാരണം ഇങ്ങനെ ഒരു ഏരിയ ഇതിനകത്ത് അപ്പൊ എല്ലാവരും സൂക്ഷിച്ചാൽ നല്ലത് എന്നുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു പോസ് ആ വെബ് സീരീസിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫാർമ ചെയ്തത്. ബേബികൾ ചെയ്തതും അതിന്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്. നമ്മൾ ഈ സിനിമയിലൂടെ സംസാരിക്കുന്ന ഒരു പോസും ഉണ്ട്. അതാണ് തുടക്കത്തിൽ പറയുന്നു സംഗീതത്തിനെ എപ്പോഴും സേഫ് സോൺ എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ഫീലിനെ ചിരിപ്പിക്കുക, ആ ഒരു സേഫ് സോൺ ഉണ്ടല്ലോ. അപ്പൊ ആദ്യം പറഞ്ഞു ഇത് സേഫ് സോൺ വിട്ട് ബ്രേക്ക് ചെയ്ത ഒരു യാത്രയാണ്. ഇപ്പോൾ ഇത് വിജയിച്ച യാത്രയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. പക്ഷെ അതല്ലാതെ ഇപ്പോൾ ഒരു ഇമോഷൻ അല്ലാതെ വേറെ ഒരുപാട് ജോണേഴ്സ് ഉണ്ട്. മലയാളത്തില് ലുക്ക് വെച്ചിട്ടില്ല, ലുക്ക് വെച്ച് ഏത് ജോണർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മലയാളം ഓൾറെഡി തെളിയിച്ചു. അപ്പൊ ഈ ഹീറോ മെറ്റീരിയൽ അങ്ങനെ ബാക്കിയുള്ള ജോണറുകൾക്കുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് ഓൾറെഡി കുറച്ച് സിനിമകൾ ഇങ്ങനെ ലൈനപ്പിലുള്ളതുണ്ട്. അതിൽ തന്നെ ഈ പറഞ്ഞ എന്നെ ഇതുവരെ കണ്ട് ഇഷ്ടപ്പെട്ട അതേ ജോണറിലുള്ള സിനിമകളാണ് ഇപ്പൊ ജല്ലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുണ്ട്. പിന്നെ ഞാനും അമിതയും കൂടെ ഉള്ളൊരു സിനിമയുണ്ട്, ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിൽ ബിനോയ് ഡയറക്ട് ചെയ്യുന്ന സിനിമ. ഇത് രണ്ടും അല്ലാതെ ഞാൻ കമ്മിറ്റ് ചെയ്തേക്കുന്ന എല്ലാ സിനിമകളും ഞാൻ മുമ്പ് ചെയ്തിട്ടില്ലാത്ത ജോണറിലുള്ള സിനിമകളാണ്. മെഡിക്കൽ മിറാക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്യുന്നുണ്ട്. പിന്നെയും 1-2 പരിപാടികൾ ഇങ്ങനെ പുറത്ത് പറയാൻ ആവുള്ളൂ. അപ്പോൾ അഭിനയിച്ച് കഴിഞ്ഞതും ഒക്കെ ഉണ്ട്. അപ്പം എല്ലാത്തിലും ഡിഫറെൻറ്റ് പരിപാടികൾ ട്രൈ ചെയ്തിട്ടുണ്ട്. നന്നായി വരുമ്പോൾ വിചാരിക്കും. ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഈ സബ്ജക്ട് പറയുന്നത്. അന്ന് പത്രത്തിൽ തന്നെ അതിൽ പറഞ്ഞു ഇത്തരം സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പിന്നീട് അത് ചർച്ച ചെയ്യപ്പെടും. ഈ സിനിമയിൽ വലിയ ചർച്ചയിലേക്ക് കൂടുതൽ സാഹചര്യം ഉണ്ടാകും. അത് മുൻകൂട്ടി കാണാറുണ്ട്. ഇല്ല, നമുക്കത് ചർച്ച ആയേക്കും എന്ന് തോന്നാറുണ്ടെന്നുള്ളതല്ലാതെ ഇത് ചർച്ച ചെയ്യപ്പെട്ടു. കാരണം നമ്മളൊരു പത്രവാർത്തയും സിനിമയും തമ്മിലൊരു വ്യത്യാസമുണ്ടല്ലോ. ഒത്തിരി സിനിമയ്ക്ക് പത്രവാർത്തയുടെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരു പത്രവാർത്തയെ ഞങ്ങളുടേതായ രീതിയിൽ പറയുന്നതാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കൊരു ഫോട്ടോഗ്രാഫും പെയിന്റിങ്ങും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമുക്കൊരു കാര്യത്തെ ഫോട്ടോഗ്രാഫ് എടുത്ത് ചെയ്താൽ ആസ് ഇറ്റ് ഇസ് ആ വിഷയം നമ്മൾ പറയുകയാണ്. പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടേതായ ചില നിറങ്ങൾ, നമ്മളുടേതായ ചില ഡെഫിനേഷൻസിനോട് കൊടുക്കുക. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ സമീപിച്ചിരിക്കുന്നത്. കാരണം ആ പത്രവാർത്തയേക്കാൾ ഉപരി ഞങ്ങളെ ആകർഷിക്കുന്നത് അതിന്റെ പിന്നിലുള്ള മനുഷ്യരെ ഗോ ത്രൂ ചെയ്ത വികാരങ്ങളെയാണ്. അതാണ് ഞങ്ങളെ ബേബികൾ എഴുതാൻ കുറച്ച് പ്രചോദനമായത്. അപ്പോൾ ഇത് ചർച്ച ആകുന്നത് അതിനൊരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. ബേസിക്കലി ആൾക്കാരിലേക്ക് ടച്ച് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഥമ ആഗ്രഹം. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചകൾ എഴുതാൻ വേണ്ടി ഒരാളുടെ ആത്മഹത്യ ഒരു ലേഡി മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ലേഡിയുടെ ഒരു ക്രൂരത എന്നാണ് പറയപ്പെടുന്നത്. ഒരു കുടുംബത്തിലെ ഒരാൾ ആത്മഹത്യ ചെയ്തു. ഇത്തരം സബ്ജക്റ്റുകളൊക്കെ എഴുതാൻ താങ്കൾ പോലുള്ളവർക്ക് കഴിയുമെന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. അത്തരം സബ്ജക്റ്റിലേക്ക് താങ്കൾ ഒന്ന് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് നിവിൻ പോളിയെ കുറിച്ച് ഒരു സ്ത്രീ ആരോപണം. നിവിൻ പോളി അന്ന് തൻ്റെ അടുത്തുകൂടി ആദ്യ ദിവസം തന്നെ പറഞ്ഞു ഞാനൊരു നിരപരാധിയെന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഏക വ്യക്തി മലയാള സിനിമയിൽ അദ്ദേഹം മാത്രമാണ്, ചങ്കൂറ്റത്തോളം പറഞ്ഞ വ്യക്തിയാണ്. ഇത്തരം സബ്ജക്റ്റുകൾ കൊണ്ടാണ് താങ്കൾ പോലുള്ളവർക്ക് കഴിയേണ്ടതാണ്, കഴിയുമോ? ഉണ്ടായേക്കാം എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മളൊരു കഥയിലേക്ക് വരുന്നത് എപ്പോഴും ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നമ്മുടെ ഹൃദയത്തിൽ എന്തോ ഒരു കാര്യം ടച്ച് ചെയ്തു. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ കണ്ടു, അത് എല്ലാം നമ്മൾ സിനിമയിലൂടെ ഒരു മുദ്രാവാക്യം പോലെ പറയണം എന്ന രീതിയിലല്ല സിനിമയെ സമീപിക്കുന്നത്. ഇത് ഒരു ഇമോഷണൽ കാര്യങ്ങൾ, ഇമോഷണൽ ട്രാവൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് സമീപിക്കുന്നത്. പക്ഷെ അതിനകത്ത് ആ സിനിമയോടുകൂടി തീരുന്നതല്ലാത്ത എന്തെങ്കിലും ഉണ്ടായാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ താങ്കൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ രീതിയിൽ ഞങ്ങളെ എന്തെങ്കിലും രീതിയിൽ ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ ആ കഥ ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ചെയ്തേക്കാം. ഇപ്പൊ അതിനൊരു ക്ലിനിക്കൽ ആയിട്ട് ആൻസർ പറയാൻ പറ്റാത്തതാണ്. ഇതേ കാണിച്ച ഈ ഒരു സപ്പോർട്ട് തന്നെ ഞങ്ങൾക്ക് ഉണ്ടാവണം. തുടർന്നുള്ള എല്ലാ പ്രൊമോഷൻസിലും നിങ്ങൾ സഹകരിക്കണം. അപ്പോ ഇനി
ഡയറക്ടർക്ക് പറയാനുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാനുള്ളത് വളരെ ഓപ്പൺ ഹാർട്ടോടെ വരിക, ഫ്രഷ് ആയിട്ട് ഈ സിനിമ കാണാൻ വലിയ എക്സ്പെക്ടേഷനോടെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വളരെ ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ സിനിമ വർക്ക് ചെയ്തിട്ടുണ്ടാവും. സോ ഓവർവെൽമിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും, ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റാവുന്ന, ഫാമിലി ആയിട്ട് വരാൻ പറ്റാവുന്ന, ഫ്രണ്ട്സ് ആയിട്ട് വരാൻ പറ്റാവുന്ന, എല്ലാവർക്കും അവരുടേതായ ചെറിയ ചെറിയ പാർട്സ് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിനിമ കൂടിയാണ്. സോ കാണണം, വിജയിപ്പിക്കണം, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. Thank you so